ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെജിറ്റബിൾ സമൂസ നോക്കിയാലോ. ഫസ്റ്റ് നമുക്കൊരു 2 പൊട്ടാറ്റോ പീൽ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ, കാരണം പൊട്ടാറ്റോയ്ക്ക് ചെറിയ വേവുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ക്യാരറ്റും ബീൻസും കുറച്ച് ക്യാപ്സിക്കവും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തു, പിന്നെ ഇപ്പോൾ ബീൻസ് ആട്ടോ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഈ വെജിറ്റബിൾസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഇതിനകത്ത് ഗ്രീൻ പീസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു 2 സവോള നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു ഹാഫ് ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ആ ടൊമാറ്റോയുടെ ഒരു പുളിപ്പും ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്യാരറ്റ്, ബീൻസ്, പിന്നെ ക്യാപ്സിക്കം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീൻസും ക്യാപ്സിക്കവും സെയിം കളറായതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ടേമറിക് പൗഡറും സോൾട്ടുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി പൊട്ടറ്റോ വെന്തതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ഈ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് വെന്തതിന് ശേഷം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതി. ഒരുപാടായാലും അതിൻ്റെ ആ ഒരു സ്മെല്ല് മുമ്പ് നിൽക്കും. അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊറിയാണ്ടർ ലീവ്സ്, അരിഞ്ഞ് വെച്ച കൊറിയാണ്ടർ ലീവ്സ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മസാലയാണ് കേട്ടോ വെജിറ്റബിൾ. ഈ മീറ്റ് കഴിക്കാത്തവർക്ക് ബെസ്റ്റായിരിക്കും. പിന്നെ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് ചേർക്കുന്നില്ല, അതിന് പകരം കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ട് ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ സമൂസ ഷീറ്റിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ക്വാണ്ടിറ്റി കുറച്ച് മസാല ചേർത്താൽ മതി കേട്ടോ. എങ്കിൽ മാത്രമേ കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് 1 by 1 ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വെജിറ്റബിൾ സമൂസ റെഡിയായി. താങ്ക് യു ഫോർ